സഭാകൂടിന് സ്ഥലമില്ല. എല്ലാവരും അങ്ങ് പ്രാർത്ഥിക്കുക, താവേ നീ അത്ഭുതം കണ്ട ദൈവമാണ്, ഹല്ലേലൂയ. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ സഭാകൂടിന് സ്ഥലമില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. എന്നോട് പറഞ്ഞ് പാസ്റ്റർ പ്രാർത്ഥിക്കണം, പിടിച്ചു വെച്ച്. ഞാൻ ചോദിച്ചാൽ ആരെ പിടിച്ചു വെക്കാനാ? ഇയാളുടെ മര്യാദയ്ക്കിരിക്കാൻ പിടിച്ചു വെച്ചു. യോഗമെല്ലാം കഴിഞ്ഞ് എനിക്ക് പ്രസംഗിക്കാൻ സമയം നിന്നപ്പം ഭയങ്കര പ്രാർത്ഥനയാണ്, വസ്തു തരണമെന്ന ദൈവത്തോട് മുട്ടിപ്പായിട്ട്. ഞാൻ പ്രാർത്ഥിച്ച പുള്ളിയോട് ചോദിച്ചു, എന്തും വേണ്ട സ്ഥലം ഉണ്ടെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ് ഇച്ചിരി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അപ്പുറത്തിരുന്ന പുള്ളി പറഞ്ഞ് 5 ഏക്കറുണ്ടെന്ന് പറഞ്ഞു. അവനായിരുന്നു പ്രാർത്ഥിക്കുന്നത്, നീ തരണേന്ന്. അവൻ 5 ഏക്കറുണ്ട്. അപ്പം അടുത്തിരുന്ന പുള്ളി പറഞ്ഞു 5 ഏക്കറുണ്ടെന്ന്. പുള്ളി പറഞ്ഞു ഇവന് 4.5 ഏക്കറുണ്ടെന്ന് പറഞ്ഞു. യവന്മാർ രണ്ടും കൂടെ ആ കൈ ഇറുക്കി പിടിച്ച് ഇങ്ങനെ പടലിട്ട്. ഞാൻ പറഞ്ഞടാ മഹാഭാവി, നിങ്ങളുടെ രണ്ടിൻ്റെയും കൂടെ ദശാംശം കൊടുത്താൽ സഭയ്ക്കും പിന്നെ ഒരു കൺവെൻഷൻ ഗ്രൗണ്ടും കൂടെ വെക്കുമല്ലോ. 5 ഏക്കറുള്ളവൻ പഴയ പ്രമാണം അനുസരിച്ച് 50 സെന്റ് കൊടുക്കണം. പുതിയ പ്രമാണം പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾ ഉരുണ്ട് വീണ് യാകും. കാരണം പുതിയ പ്രമാണം ഓഹരി കൊടുക്കാനാ. നീ അത് പറഞ്ഞൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പഴയ പ്രമാണം വെച്ചാന്ന് 5 ഏക്കറുള്ളവൻ 50 സെന്റ് ദൈവത്തിനാണ്, 4.5 ഏക്കറുള്ളവന് 45 സെന്റ് സ്ഥലം. അപ്പം തന്നെ 95 സെന്റ് സ്ഥലമായി. ഹോളും വെക്കാം, പാർട്സിനേജും വെക്കാം, കൺവെൻഷൻ ഗ്രൗണ്ടും വെക്കാം, കാർ പാർക്കിങ്ങിനും. എവൻ്റെ തൊടിക്കുകയല്ല, എന്നിട്ട് കുഞ്ഞുഞ്ഞിൻ്റെ തൊടാൻ പ്രാർത്ഥിക്കുക വിഷയം വെച്ച്. ഒന്നാമത്തെ കാര്യം, നിന്റെ അല്ല ഈ വിളച്ചിലും പടയനെയും നിർത്തണം. നല്ലതുപോലെ വിളച്ചിലുണ്ട്. സ്തോത്രം. പിന്നെ നമ്മുടെ ഇടയിലൊന്നും പറഞ്ഞാൽ ഞാനിങ്ങനെ ദൂത് പറയുമ്പം ചിലരുടെ എനിക്കുള്ള ദൂതല്ല, അവനിട്ട. സ്തോത്രം. അവനിട്ടല്ല, നിനക്കിട്ട് തന്നെ ഈ ദൂത്. നീ എന്തിനാ ഉടനെ അവനെ നോക്കി വെച്ച് ഇങ്ങനെ ആക്കുന്നത്? നിന്നോടായി ദൂത് പറയുന്ന മുഴുവൻ. അപ്പൊ ഒരു കാര്യം പറയാ, ആദ്യം നമ്മുടെ കയ്യിലുള്ളത് കർത്താവിനങ്ങോട്ട് കൊടുക്കേ. അന്ത്രയോസും ശിഷ്യന്മാരും പറഞ്ഞു, ജനം 3 ദിവസമായി ഭക്ഷിപ്പാനൊന്നുമില്ല, ആകെ തളർന്ന് പറഞ്ഞ് വീട്ടിൽ വിട്ട് കടിക്കാൻ കൊടുക്കാൻ ഒന്നുമില്ല. യേശു ചോദിച്ചു, 1 മില്ലിയോ എന്ന് ചോദിച്ചു. 1 മില്ലിയോ എന്ന് ചോദിച്ചപ്പം മനസ്സിലായി, എന്തോ ക്ലിക്ക് ചെയ്ത് പുള്ളി. ഉടനെ അന്ത്രയോസ് പറഞ്ഞ് 5 അപ്പവും 2 മീനും. അത് ചെറുക്കനെ കളിപ്പിച്ച് മേടിച്ചതാ. ഒരു പയ്യൻ. നമുക്ക് ഈ കളിപ്പിച്ച് മേടിക്കാൻ നല്ല ബിരുദാണല്ലോ. പാവത്തങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ അവരെ കളിപ്പിക്കാൻ നല്ല ബിരുദ. സ്തോത്രം. കൊച്ചു പയ്യനാ, അവനെ അങ്ങ് കളിപ്പിച്ചു. അവനെല്ലാം യേശുവിൻ്റെ വചനം എല്ലാം കേട്ടപ്പോൾ അവനെ അപ്പത്തിൻ്റെ എല്ലാം കാര്യം മറന്നുപോയി. അവനെ സ്തോത്രം പറഞ്ഞു. അപ്പോൾ ഇവൻ അത് ന്യൂട്രൽ അടിച്ചു മാറ്റി. എന്നിട്ട് പറഞ്ഞു, ബലപ്പെട്ടാട്ടെ ബ്രദർ, ശക്തിപ്പെട്ടാട്ടെ. അവൻ പിന്നെ അങ്ങ് വന്നാലോ നിർത്ത്, അവൻ ശക്തിപ്പെടുക, മറ്റവനെ അടിച്ചു മാറ്റി. എന്നാ വെച്ചാൽ കൊച്ചനെ കളിപ്പിച്ചേച്ചേ, ഇതെല്ലാം മേടിച്ച് കൈ വെച്ചേച്ചേ. സ്തോത്രം. പിന്നെ ചെറുക്കനെ വചനം കേട്ടതുകൊണ്ട് അവനങ്ങ് സന്തോഷിച്ചു. സ്തോത്രം. അത് നോട്ടറി മാറ്റിയച്ച് യേശുവിനോട് പറഞ്ഞ് പൊതുയോഗം പിരിച്ചു വിട്ടോളാൻ പറഞ്ഞു. കർത്താവിന് മനസ്സിലായി പൊതുയോഗം പിരിച്ചു വിടുന്നു. അപ്പം എൻ്റെ അർത്ഥം പൊതുയോഗം വിട്ടോ കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. കമ്മിറ്റി 12 പേര്, 12 അംഗ കമ്മിറ്റി. അപ്പം കമ്മിറ്റിക്കാർക്കായി 5 അപ്പവും 2